ഹായ് ഓൾ. കേരള PSC റീസെൻ്റ്ലി നടത്തിയിരിക്കുന്ന ക്ലർക്ക് ഓൺലൈൻ എക്സാമിൻ്റെ GK ഭാഗത്തുനിന്നും കറണ്ട് അഫെയർ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ക്ലാസ്സിലോട്ട് കിടക്കുന്നു. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ INCയുടെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? എല്ലാം ശരിയാണ്. 1939 KPCC പ്രസിഡന്റായിരുന്നു. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? സൺ യാട്സൺ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റെയിലിന്റെ പതനം, റൂസോ, സാമൂഹ്യ കരാർ, WTO 1995 സ്ഥാപിച്ചു. ഇതെല്ലാം ശരിയായ ജോഡിയാണ്. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റെയിലിന്റെ പതനം, റൂസോ, സാമൂഹ്യ കരാർ, WTO 1995 സ്ഥാപിച്ചു. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണ്. മിറത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഹത്തുൽ മുഹവത്തീൻ എന്ന ഗ്രന്ഥം എഴുതി. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. ഇതെല്ലാം രാജാറാം മോഹൻ റോയുടെ സംഭാവനകളാണ്. മിറത്ത് ഉൽ അക്ബർ എന്ന വാരിക, ആത്മീയ സഭ, തുഹ്വത്തുൽ മുഫഹ്ദീൻ എന്ന ഗ്രന്ഥം, സമ്പാദ് കൗമുദി. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണന ക്രമം ഏതെന്ന് കണ്ടെത്തുക. അതില് ആദ്യമായി നടന്നത് മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനമാണ് ആദ്യമായിട്ട് നടന്നത്. രണ്ടാമതായി നടന്നത് വൈക്കം സത്യാഗ്രഹം, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, ദെൻ ക്ഷേത്രപ്രവേശന വിളംബരം. ഈ രീതിയിലാണ് നടന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നത് ആദ്യം, പിന്നെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. താഴെ കൊടുത്തതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. നീലദർപ്പൺ ദീനബന്ധു മിത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗ്രാനൈറ്റ് ഏതു തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ആഗ്നേയശില. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ആണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ
NRSC ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഹർമാറ്റൺ. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ലഘൂകരണം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം വരുമാന നികുതി. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ്? 1881. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ആഗോള രോഗഭാരം. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സൂചികയാണ് ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. സ്വകാര്യതയുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ജീവന ഉപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ 21ന്റെ ഭാഗമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? അതിലെ 2 പ്രസ്താവനയും ശരിയാണ്. സ്വകാര്യതയുടെ അവകാശം 21ന്റെ ഭാഗമാണ്. ജീവന ഉപാധികൾ തേടാനുള്ള അവകാശം ഭരണഘടനയുടെ 21ന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായാണ്? പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 3.4. സോറി, 3.4 എന്നല്ല, അതൊരു എക്സാമിന് ബേസ് ചെയ്ത് പറഞ്ഞതാണ്. പണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 3.4 എക്സാം അവസാനിക്കുന്നത്. ആ രീതിയിൽ ഒന്ന് ഓർത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്.
കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ? PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാണ് PR ശ്രീജേഷ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? 15 ദിവസം. 2024 പ്രഖ്യാപിച്ച 54 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാരി സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2005 സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2005 വന്നത്. അതിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതോ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോറോസോവ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗാലി. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് റേച്ചൽ കാഴ്സൺ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. വാഹനങ്ങളിൽ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ: അമർത്തിയ സ്പ്രിങ്, ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലം എന്നിവയാണ് സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV, ദാറ്റ് ഈസ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് പുഷ്പക്.
പുഷ്പക വിമാനം ബേസ് ചെയ്തിട്ടാണ് ഇറക്കിയേക്കണെന്ന് തോന്നുന്നു. ഇതിലേതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം? ആദിത്യ L1. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് ലവണമാണ്. അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് അസിഡിക് ലവണമാണ്. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? കഫീൻ. താഴെ പറയുന്നവയിൽ ഏത് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തതാണ്? താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ജലം ഐസാകുന്ന പ്രക്രിയ. അപ്പൊ രാസമാറ്റത്തെ പ്രതിനിധീകരിക്കുന്നത് ഏതൊക്കെയാണ്? രാസമാറ്റത്തിന് എക്സാമ്പിൾ ആണ് ഇലകൾ കത്തിക്കുന്നത്, മുന്തിരിയുടെ അഴുകൽ, പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത്. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളപ്പിച്ച മെല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അള്ളപ്പിച്ച മൊല്ലാക്ക. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം? ജപ്പാൻ. എന്ത് ലെവൽ ക്വസ്റ്റ്യൻ അല്ലേ? 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് ജപ്പാൻ. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യത്തെ പത്രം ഏതാണ്? കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിൽ ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഉപയോക്താവ് യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോകോൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഗേറ്റ്വേ. കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. സഫാരി. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ഇ-സേവനം. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകരത. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിന് മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. 2 ദിവസത്തിനുള്ളിൽ അത് ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിന് വിവരം നൽകേണ്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളുടെയോ
ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടതുമായ സമയപരിധി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കുന്ന സമയപരിധിയാണ് 5 മാസം. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പിൽ പെടുന്നതാണ്? ഒന്നാമത്തെ, പങ്കാളിയുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. രണ്ടാമത്തെ, ഗാർഹിക പീഡനത്തിന് ഇരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കാളി പാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഈ നിയമങ്ങളെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്തു 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇപ്പൊ താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് നോക്കാം. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോണോഗ്രഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുന്നതായിരിക്കും. താഴെ പറയുന്നവ ഏതു നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമപ്രകാരമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ അഥവാ OCR എന്നത് ഏതാണ്? സ്കാൻ ചെയ്ത ഡോക്യുമെന്റിൽ നിന്ന് അച്ചടിച്ചതും കൈ എഴുത്തിലുമുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കാനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ എന്നത്. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോകസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. രണ്ടാമത്തെ,
25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാവുന്നതാണ്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇത്രയുമാണ് ഈ എക്സാമിന്റെ GK ആൻഡ് കറന്റ് അഫെയർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.